ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, നാം വലിയ നോമ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. നാം ആയിരിക്കുന്നത് പീഡാനുഭവാർത്ഥത്തിലാണ്. നമ്മുടെ കർത്താവ് അർപ്പിച്ച വിശുദ്ധ പെസഹായും അതായത് വിശുദ്ധ കുർബാനയും അവിടുന്ന് അനുഭവിച്ച കഷ്ടാനുഭവവും ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ ഉയർപ്പിനെ പ്രത്യാശ വെച്ച് നാം പീഡാനുഭവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഇനി പെസഹ പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഞാൻ നിങ്ങളുമായി അല്പനേരം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ കർത്താവ് ആചരിച്ച അല്ലെങ്കിൽ നമുക്ക് തന്ന വിശുദ്ധ കുർബാന ശരിക്കും കർത്താവ് വിശുദ്ധ പെസഹയാണോ ആചരിച്ചത്? അതിനെപ്പറ്റി ഒത്തിരിയേറെ ബൈബിൾ പണ്ഡിതന്മാർ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അത് കർത്താവ് അർപ്പിച്ചത്, കർത്താവ് വിശുദ്ധ കുർബാനയായി തന്നത് പഴയ നിയമ പെസഹയാണ്. നാം ഒത്തിരി തവണ കേട്ടിട്ടുള്ളതാണ്, അറക്കപ്പെട്ട കുഞ്ഞാട് കർത്താവാണ്, സ്വയം പെസഹ ആടായി തീർന്നു എന്നെല്ലാം നമ്മുടെ ആരാധനാ ഗീതങ്ങളിലും എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ യഹൂദന്മാരുടെ പെസഹ തന്നെയാണ് കർത്താവ് ആചരിച്ചത്. അത് പൂർത്തിയാക്കിയതും യഹൂദന്മാരുടെ പെസഹയാണ്. എന്നാൽ പെസഹ കുഞ്ഞാട് കർത്താവ് തന്നെയായിരുന്നു. അതിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ഉണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അതിനെ പറ്റി വ്യക്തമായി പ്രവചനങ്ങളും സുവിശേഷങ്ങളും പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് ഏതാനും വാക്കുകൾ അതിനെപ്പറ്റി ധ്യാനിക്കാം. ഈജിപ്തിലെ ഇസ്രായേൽക്കാരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ച് കനാനിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഓർമ്മയായിട്ടാണ് അവർക്ക് പെസഹ ആചരിച്ചു പോകുന്നത്. എല്ലാ വർഷവും നീസാൻ മാസം 14-ാം തീയതിയാണ് യഹൂദന്മാർ പെസഹ ആചരിച്ചിരുന്നത്. ക്രിസ്തു ശിഷ്യന്മാരോട് പെസഹ ആചരിക്കാൻ പറഞ്ഞത്, പെസഹ ഒരുക്കാൻ പറഞ്ഞത് നീസാൻ മാസം 14-ാം തീയതി തന്നെയാണ്. നീസാൻ മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് യഹൂദന്മാരുടെ പൗരസ്ത്യ ആരാധന രീതികളനുസരിച്ച് ഒരു ദിവസം തുടർന്ന സന്ധ്യക്ക് 6 മണിക്കാണ്. സന്ധ്യക്ക് 6 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെയാണ് ഒരു ദിവസം. ആ വ്യാഴാഴ്ച സന്ധ്യക്ക് ആ ദിവസം സന്ധ്യ മുതൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഫുൾ ഡേ പെസഹായാണ്. അത് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ അതിനെപ്പറ്റി ഏകാഭിപ്രായത്തോടെ പറയുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ തികച്ചും കുറച്ച് വ്യത്യസ്തമായാണ് അത് പറയുന്നത്. പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ടത് പുളിപ്പില്ലാത്ത അപ്പത്തിൽ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെ യോഹന്നാനെ അയച്ചു എന്ന് ലൂക്കോസ് 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യഹൂദന്മാരുടെ പെസഹയുടെ അതേ ദിവസം തന്നെയാണ് ക്രിസ്തു പെസഹ ഒരുക്കാൻ പത്രോസിനെ യോഹന്നാനെ അയക്കുന്നത്. ഇത് രണ്ടും പഴയ നിയമത്തിലെ പെസഹായും പുതിയ നിയമത്തിലെ പെസഹായും. യഹൂദന്മാർ പെസഹ ആചരിച്ചിരുന്നത് യെരൂശലേമിൽ മാത്രമാണ്. യെരൂശലേമിന് പുറത്ത് പെസഹ ആചരിച്ചിരുന്നില്ല. അവരുടെ വിശ്വാസപ്രകാരം യഹൂദമത തോറ അങ്ങനെ യഹൂദന്മാരുടെ നിയമ ആചാരപ്രകാരം അവർ യെരൂശലേമിൽ വന്ന് മാത്രമേ വിശുദ്ധ പെസഹ ആചരിക്കുന്നുള്ളൂ. അതായത് നീസാൻ മാസം 13-ാം തീയതി 14-ാം തീയതിയുടെ തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ആടിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നതും അതിനെ അറക്കുന്നതും അതിനെ ചുട്ടെടുക്കുന്നതും. അത് യഹൂദന്മാരുടെ പണ്ട് മുതലുള്ള ഒരു ആചാരമാണ്. എന്നാൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് പെസഹ കുഞ്ഞാടിനെ അറക്കും, പുളിപ്പില്ലാത്ത അപ്പം, കൈക്ക് ചീര കൂടിയാണ് പെസഹ ആചരിച്ചിരുന്നത്. എന്നാൽ കാലക്രമേണ യഹൂദ റാബിമാരുടെ അവരുടെ ഇതിൽ മാറ്റങ്ങൾ വന്നു. അപ്പം പുളിപ്പില്ലാത്ത അപ്പം അവർ ഉപയോഗിക്കുന്നുണ്ട്. വീഞ്ഞ് വന്നു. വീഞ്ഞൊക്കെ കാളക്കുട്ടിയെ ആരാധിച്ച സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് റാബിനിക് ലിറ്ററേച്ചർ ഇതിൽ അതൊക്കെ മെൻഷൻ ചെയ്യുന്ന കാര്യമാണ്. പല പല കാര്യങ്ങൾ വീഞ്ഞൊക്കെ വിശുദ്ധ പെസഹായിട്ട് അവരുടെ പെസഹായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യഹൂദന്മാരുടെ പെസഹ എന്ന് പറയുന്നത് അവരുടെ ആചാര രീതികളും ഇത് നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം തന്നെ പെസഹ കുഞ്ഞാടിനെ അറക്കുന്നു, അതിനെ ഭക്ഷിക്കുന്നു. അതിന് പല പല ആചാര പ്രാർത്ഥനകളുണ്ട്. അതനുസരിച്ചാണ് യഹൂദന്മാർ അവരുടെ രീതികൾ പിന്തുടർന്നു പോന്നിരുന്നത്. പക്ഷെ നമ്മളാണ് കർത്താവിൻ വിശുദ്ധ പെസഹ ആചരിച്ചു. അതിനുശേഷം പിറ്റേന്ന് നീസാൻ മാസം 14-ാം തീയതി തന്നെ കർത്താവ് കുരിശിൽ ബലിയായി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു.
സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് രണ്ടും ഒരു സംഭവത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. യഹൂദന്മാരുടെ പെസഹ തന്നെയാണ് അതിന്റെ സംഭവം തന്നെ. അതിന്റെ ആടിനെ അറക്കുന്നതും ആടിനെ ഭക്ഷിക്കുന്നതും ഒരു സംഭവത്തിന് രണ്ട് വശങ്ങളാണെങ്കിൽ അതുപോലെ തന്നെയാണ് കാൽവരിയിൽ യാഗമായതും നമ്മുടെ കർത്താവ് യാഗമായതും കർത്താവ് പെസഹ ആചരിച്ചത്. നമുക്ക് സാധിക്കാൻ പറ്റാത്ത നമ്മുടെ മനുഷ്യരക്ഷ നമ്മൾ ചെയ്ത പാപത്തിന്റെ പരിഹാരമായി അദ്ദേഹം കാൽവരിയിൽ യാഗമായി. ഇത് രണ്ടും പെസഹ, യഹൂദന്മാരുടെ പെസഹ തന്നെയാണ് കർത്താവ് ആചരിച്ചത്. വ്യക്തമായ തെളിവുകൾ വേദപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ ഇപ്രകാരമാണ്: സമയമായപ്പോൾ അപ്പോസ്തലന്മാരെ ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ പെസഹ നിങ്ങളോട് കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി കഴിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളു. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നോക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എന്നെ ഓർമ്മിക്കുക ഇത് ചെയ്യുകയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് എത്താൻ ശേഷം അവൻ പാനപാത്രം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്ന കൈ എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട്. നമ്മൾ ഈ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് 2 തവണ പാനപാത്രം എന്ന് പറയുന്നുണ്ട്. ഒരു തവണ പാനപാത്രം എടുത്ത് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പറയുന്ന അപ്രകാരം തന്നെ കാസായം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഭാഗത്തിൽ തുടക്കത്തിൽ അവർ പറയുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷമാണ്. അതിൽ പറയുന്നത് പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളി. അത് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നു, അവൻ എത്താഴിയ ശേഷം അവൻ പാനപാത്രം കൊടുത്തു. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഒരു തവണ മാത്രമേ നമ്മൾ പാനപാത്രം എടുക്കുന്നതായിട്ട് പറയുന്നു. പക്ഷെ ഈ ഭാഗത്ത് 2 തവണ പറയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വേദിതപ്പി പോവുകയാണെങ്കിൽ മനസ്സിലാവും യഹൂദന്മാരുടെ പെസഹ എന്താണ്. നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ 2 പാനപാത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. യഹൂദന്മാരുടെ പെസഹ എന്ന് പറയുമ്പോൾ അതില് അവര് പല രീതികളുള്ളതില് പല അറക്കപ്പെട്ട ആടുണ്ട്, വീഞ്ഞുണ്ട്, പുളിപ്പില്ലാത്ത അപ്പമുണ്ട്, കയ്പ് ചീരയുണ്ട്. അവരുടെ ട്രഡീഷൻ പ്രകാരം പല പല സംഭവങ്ങളുണ്ട്. അതില് 4 പാനപാത്രം അവർ എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ പാനപാത്രം കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, അതായത് വിശുദ്ധീകരണം, ഖുദ്ദിഷ് കപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തേത് അതായത് അവരുടെ വീട്ടിലെ ഗ്രഹനാഥ് ഈ അപ്പവും ആടും ഇതെല്ലാം ഇതിനെ ബ്ലസ് ചെയ്യും. ഖുദ്ദിഷിനെ കാത്തി ശുദ്ധീകരിക്കുക, അതിനെ ബ്ലെസ്സിങ് ആണ് അവർ ചെയ്യുന്നത്. അത് അവരെ മുസ്ലിമിൽ കൊണ്ടുവന്ന അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവം അനുസ്മരിച്ചുകൊണ്ട് അവരതിനെ സാങ്ക്ടിഫൈ ചെയ്യും. രണ്ടാമത്തെ കപ്പ് എന്ന് പറയുന്നത് കപ്പ് ഓഫ് പ്രൊക്ലമേഷൻ, അതായത് അവർ മിസ്രൈമിൽ നിന്ന് പോകുന്നതിനെ അനുസ്മരിച്ചാണ് വിശുദ്ധ പെസഹ ആചരിക്കുന്നതെന്ന് അവരുടെ തലമുറകളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ്. അതിനായി വീട്ടിലെ കുട്ടികൾ അല്ലെ അപ്പനും മകനുമാണെങ്കിൽ അപ്പനോട് ചോദിക്കും, അപ്പ എന്താണ് ഇന്നത്തെ രാത്രി മറ്റു രാത്രികളിൽ നിന്ന് വ്യത്യസ്തതയുള്ളത് പോയി. അപ്പോൾ അപ്പം പറയും, മകനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് യഹോവയായ ദൈവം രക്ഷിച്ച് കനാൻ നാട്ടിലേക്ക് എത്തിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് നാം ഇന്ന് ആചരിക്കുന്നത്, പെസഹ ആചരിക്കുന്നത്. അതിനെപ്പറ്റി ഉള്ള വേദഭാവമുണ്ട്. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. ഒരു 5 ഇതായിട്ട് ആ സംഭവം കറക്റ്റായിട്ട് അപ്പൻ പറഞ്ഞ മകന് മനസ്സിലാക്കി കൊടുക്കും. അവന്റെ വിശ്വാസം അതിന് ഊട്ടിയുറപ്പിക്കും. യഹൂദന്മാരുടെ വിശ്വാസം നമുക്ക് പോയി. ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് തലമുറകളായി കൈമാറാൻ വളരെ കുറവാണ്. പഴയ തലമുറ മാത്രമേ വിശ്വാസത്തിനും നിരീശ്വരവാദം പോലുള്ള സംഭവങ്ങൾ കൂടി വരുന്നത് കൊണ്ട് ദൈവവിശ്വാസം ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്നാൽ ആ സ്ഥാനത്ത് എല്ലാ കൊല്ലവും ഇങ്ങനെ ഫീസ്റ്റ്, പാസ് ഓവർ ഫീസ്റ്റ് നടക്കുമ്പോൾ ആ അപ്പൻ മകനിൽ തന്നെ വിശ്വാസം ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് യഹൂദന്മാര് ഇപ്പോഴും വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള കാരണം. AD 73
യെരൂശലേം ദേവാലയം കൊല്ലപ്പെട്ടപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തോട് ചെറിയപോയ യഹൂദന്മാർ വീണ്ടും 1948 ഇസ്രായേൽ രാജ്യം രൂപീകരിച്ച് ആ രാജ്യം രൂപീകരിച്ചവർ വീണ്ടും ചുറ്റുവശത്തുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സകല ആക്രമണങ്ങളെയും നിർവീര്യമാക്കി ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര രാജ്യങ്ങൾ എന്ന് പറയുകയാണ്. ഇസ്രായേലിലെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ്. ലോകത്തിലെ ഏറ്റവും മികച്ച ആൾക്കാരുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ്. അങ്ങനെ ഒരു രാജ്യത്തില് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഇപ്പോഴും യഹൂദന്മാരാണെന്നാണ് ലോകം കണക്കാക്കുന്നത്. കാരണം അവർക്ക് ശക്തിയില്ലെങ്കിലും അവരെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഗിദെയോന്റെ കഥ നമുക്കറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജലത്തിങ്കൾ കൊണ്ടുപോയി അവിടെ ജനങ്ങളെ പരീക്ഷിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന രീതി അനുസരിച്ച് 300 പേരെ തിരഞ്ഞെടുക്കുക. 300 പേരെ കൊണ്ട് പോയി പട ജയിച്ചു എന്ന് ഗിദെയോനെ നാം കാണുന്നുണ്ട്. ആൾക്കാരുടെ എണ്ണത്തിലല്ല, ദൈവത്തിന്റെ ശക്തിയിലാണ് കാര്യം. ഈ വിശ്വാസമില്ലാത്തത് കൊണ്ട് മാത്രമാണ് യഹൂദന്മാര് ഇസ്രായേൽക്കാര് 40 സംവത്സരം മരുഭൂമി നടന്നതെന്ന് പറയുന്നത് അത്ഭുതപ്പെടാനില്ല. അവര് കനാൻ നാട് വിട്ട് നോക്കാൻ വേണ്ടി പോയി 12 പേര് മോശ അയച്ചു. യോശുവയും കാലേബും ഉൾപ്പെടെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾക്കാരെ വെച്ച് പോയി. കനാൻ നാട് വിട്ട് വന്നിട്ട് യോശുവയും കാലേബും ഒഴികെ എല്ലാവരും പറഞ്ഞു, അവിടെ പാലം തീരുന്ന നാടാണ്, മുന്തിരിവള്ളികളുണ്ട്, നമ്മൾ പാടുന്നുണ്ട്, ഇത്രയേറെ നമ്മൾ പാടുന്നത്. അതായത് മുന്തിരിക്കൊല കൊണ്ടുവന്നതിനെ പറ്റി പറയുന്നുണ്ട്. മുന്നിൽ നിന്ന ആളും പുറകിൽ നിന്ന ആളും തമ്മിൽ കാണാത്ത വിധം അത്ര വലിയ മുന്തിരിക്കൊല കനാൻ ദേശത്തുണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദേശത്തെ കണ്ടിട്ട് അവിടെ വേറെ പോസിറ്റീവായ ഈ അഭിപ്രായം പറഞ്ഞ തൊട്ട് ശേഷം ഈ 10 പേര് പറയുന്ന നെഗറ്റീവ് അഭിപ്രായമാണ്. അവർ പറയുന്ന ഇപ്രകാരമാണ്, അവിടെ അനാക്കിന്റെ പുത്രന്മാരുണ്ട്, മല്ലന്മാരുണ്ട്, നമുക്ക് അവരെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് മോശയുടെ അടുത്ത് പറയുന്നു. മോശ പറയുന്നുണ്ട്, ഇവിടം വരെ നമ്മളെ രക്ഷിച്ച യഹോവയ്ക്ക് നമ്മളെ കനാൻ നാട്ടിലേക്കും രക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ആ അവിശ്വാസം നിറഞ്ഞ തലമുറ നിമിത്തമാണ് ഈ തലമുറ കനാൻ നാട്ടിൽ പ്രവേശിക്കത്തില്ലെന്ന് യഹോവ മോശയോട് പറയുകയും ആ 10 പേര് ഉടനെ തന്നെ സംഹരിക്കപ്പെടുകയാണ് ചെയ്തത്. അതുകൂടാതെ ഈ തലമുറയിൽപ്പെട്ടവര്, ദൈവവിശ്വാസം ഇല്ലാത്തവര് കനാൻ നാട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവര് സത്യത്തിൽ മിസ്രൈം തൊട്ട് അവർ വന്നെത്തിയിരിക്കുന്നത് കാദേശ് ബർണേലാണ്. കാദേശ് ബർണേൽ 11 ദിവസത്തെ വഴിയേ ഉള്ളൂ. 11 ദിവസം അവിടുന്ന് 3 ദിവസം പോയാണ് അവർ ഉറ്റുനോക്കുന്നത്. 40 നാൾ അവിടെ പോയി ഉറ്റുനോക്കുന്നു കനാൻ ദേശത്ത്. ഇവിടുന്ന് 3 ദിവസം കൊണ്ട് ചെല്ലാത്ത സ്ഥലത്താണ് അവർ പോകുന്നത്. അപ്പൊ മോശ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ ദൈവം പ്രവേശിപ്പിക്കുന്നില്ല, നിങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു എന്ന് പറഞ്ഞ് അവർ വീണ്ടും പോയി യുദ്ധം ചെയ്യാൻ. ഈ 3 ദിവസം കൊണ്ട് ചെല്ലാൻ പറ്റും. പക്ഷെ യഹോവ തോൽപ്പിച്ചു വിടുകയാണ്. അവസാനം ദൈവത്തിന്റെ വാക്ക് കേട്ട് 40 സംവത്സരം സെയീർ പർവ്വതത്തിൽ ചുറ്റും സഞ്ചരിച്ചാണ് അവർ വീണ്ടും കനാനിൽ പ്രവേശിക്കുന്നത്. ആ സമയത്ത് ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട 2 പേർ മാത്രമാണ്, മോശ പോലെ കയറി 2 പേർ മാത്രമാണ് കനാൻ നാട്ടിൽ കയറിയത്, യോശുവയും കാലേബും. അവർ 2 പേരും ഉറ്റുനോക്കാൻ പോയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നാണ്. അവർ ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ട് അവർ കനാൻ നാട്ടിൽ കയറി. യോശുവ ഇസ്രായേലിനെ വീണ്ടും നയിച്ചു. മോശ പോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ചില സന്ദർഭങ്ങളിൽ തള്ളിപ്പറഞ്ഞ് മോശ പോലും കയറാൻ പറ്റിയില്ല. അതായത് അവിടെ കയറിയത് ഈ പോയ 10 പേരുടെ തലമുറകൾ, അതായത് മക്കളുടെ മക്കളോ കയറിയത്. അതുകൊണ്ടാണ് നമ്മൾ മാമോദീസയിൽ പറയുന്നത്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവരെ കൊടുക്കുന്ന വിശ്വാസമാണ് തലമുറകളായി നിൽക്കുന്നത്. പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയി. യഹൂദന്മാരുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതിന്റെയൊക്കെ ഈ പറഞ്ഞ ചരിത്ര കഥകളിലേക്ക് പിന്നിലെ റീസൺ കൊണ്ടായിരിക്കും അവരിങ്ങനെ ഒരു ട്രഡീഷൻ തുടങ്ങിയത്. 1ാമത്തെ കപ്പ് 2ാമത്തെ കപ്പ്, പഴയ നിയമസഭയിൽ 1ാമത്തെ കപ്പ് 2ാമത്തെ കപ്പ് 3ാമത്തെ കപ്പ് അങ്ങനെയൊന്നുമില്ല. ആ വിശ്വാസത്തെ മക്കളിലേക്ക് തലമുറകളിലേക്ക് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2ാമത്തെ കപ്പ് നമ്മൾ പറഞ്ഞു, ദ കപ്പ് ഓഫ് പ്രൊക്ലമേഷൻ. അത് അവരുടെ ഹിബ്രുവിൽ പറയുന്നത് ഹഗദ കപ്പ് എന്നാണ്. അതായത് തലമുറകളുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ചക്രം. 3ാമത്തെ കപ്പ് എന്ന് പറയുന്നത് കപ്പ് ഓഫ് റിഡംഷൻ, ബെറാക്ക കപ്പ് എന്നാണ് അതിൽ അവർ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് ഈ കപ്പ് കുടിക്കുമ്പോഴാണ് അവർ കുഞ്ഞാടിനെ ഭക്ഷിക്കുന്നതും കൈക്ക് ചെയ്യുകയും അതിനോടനുബന്ധിച്ച ഭക്ഷണ സാധനങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങുന്നത് 3ാമത്തെ കപ്പിൽ. 4ാമത്തെ കപ്പ് എന്ന് പറയുന്നത് കപ്പ് ഓഫ് പ്രൈസ് എന്ന് പറയും, ഹല്ലേൽ കപ്പ്. ഹല്ലേലൂയ എന്ന് പറയുന്ന ദൈവത്തെ സ്തുതിക്കുന്നു, ഹല്ലേൽ
ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന സംഭവമാണ് നാലാമത്തെ കപ്പ്. അതിനകത്ത് അവർ പറയുന്നത് സങ്കീർത്തനങ്ങൾ 115 തൊട്ട് 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഉരുവിട്ട് സ്തോത്രം പാടി ആണ് അവർ പെസഹ അവസാനിപ്പിക്കുന്നത്. നമ്മൾ വിഷയത്തിലേക്ക് കിടക്കും. ഇതില് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2 കപ്പുകളെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തേത് പാനപാത്രം എടുത്തു വാഴ്ത്തി, രണ്ടാമത്തേത് അവൾ അങ്ങനെ അത്താഴിന് ശേഷം അവൻ പാനപാത്രം കൊടുത്തു. ബൈബിളിലെ പണ്ഡിതന്മാർ പറയുന്നത് ഈ രണ്ട് കപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കപ്പാണ് അവർ പറയുന്നത്. ബൈബിളിനെയും സാമൂഹിക സുവിശേഷങ്ങളെ അടിസ്ഥാനമാക്കി അതിഗഹനമായി പഠിച്ചവരുടെ അഭിപ്രായത്തിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കപ്പിനെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നില്ല, സുവിശേഷങ്ങളൊന്നും പറയുന്നില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും കപ്പാണെന്നാണ് ഇതിൽ പറയുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ ബൈബിളിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കപ്പും മൂന്നാമത്തെ രണ്ടാമത്തെ കപ്പിലാണ് അവർ പറയുന്നത്. പിന്നെ പാനപാത്രം എടുത്ത് യേശു പറയുന്നത്, പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് പങ്കിട്ട് കൊടുക്കുന്നു പറഞ്ഞു. അതിനുശേഷം മൂന്നാമത്തെ കപ്പ് പറയുമ്പോഴാണ് അവളിൽ നിന്ന് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് വാഴ്ത്തി. ദ കപ്പ് ഓഫ് റിഡംഷൻ. അതാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത്. അതാണ് ഇസ്രായേലിനെ നമ്മൾ രക്ഷിച്ചുകൊണ്ട് വന്ന് ദൈവത്തെ സ്തുതി അർപ്പിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് മൂന്നാമത്തെ കപ്പിൽ പറയുന്നത്. ആ കപ്പിലാണ് അവളും തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാവും, എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്ന കൈ എന്റെ അരികെ മേശപ്പുറത്തുണ്ട്. സത്യത്തിൽ യഹൂദന്മാരുടെ മൂന്നാമത്തെ കപ്പാണ് ക്രിസ്തു പുതിയ നിയമ വിശുദ്ധ കുർബാനയായിട്ട് പരിണമിച്ചത്. അവിടെയുള്ള യേശുവിന്റെ ശിഷ്യന്മാരെല്ലാവരും യഹൂദരായിരുന്നു. അവർക്ക് എല്ലാവരും ട്രഡീഷൻ അറിയാം. ആ യഹൂദന്മാരുടെ പഴയ പശ്ചാത്തലത്തിലുള്ളതിനെ പുതിയ നിയമ ഉടമ്പടിയായി രൂപാന്തരം ചെയ്യുകയാണ് യേശു ഇവിടെ ചെയ്യുന്നത്. മൂന്നാമത്തെ കപ്പിലാണ് പറയുന്നത് അപ്പത്തിന് ആടിനാണ് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ. പക്ഷെ ഇവിടെ യേശു അപ്പവും മീനും എടുത്തിട്ട് പറയുകയാണ് രക്തരഹിതമായ ബലി എന്നാണ് അതിനെ അടിസ്ഥാനമാക്കുന്നത്. കാരണം ആടിനെ കൊല്ലാതെ ഭക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ അപ്പവും മീനും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്നതാണ്. ആ രക്തരഹിതമായ ബലിയാണ് കർത്താവ് അനുസ്മരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ടും അപ്പവും മീനും കർത്താവ് എടുത്തു. ഇതിനെല്ലാം മുൻകൂറിയായിട്ട് പഴയ നിയമത്തില് പറയുന്നുണ്ട്. മൽക്കീസദേക്കിനെ പറ്റി പറയുന്നുണ്ട്. പല 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 പ്രവചന ഗ്രന്ഥങ്ങളിൽ പല ഇതും റഫറൻസും പറഞ്ഞിട്ടുണ്ട്. ഇതേ സംഭവം തന്നെ പുതിയ നിയമത്തിലെ മറ്റ് സംഭവിക്കുന്ന സുവിശേഷങ്ങളായ മത്തായി ശ്രീകാരുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും പറയുന്നത്. അതിൽ പറയുന്നത് ഇപ്രകാരം അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത് വാങ്ങി ഭക്ഷിക്കും, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി ചൊല്ലി പാപമോചനത്തിനായി ചൊല്ലിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടി പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ വാക്യം നമുക്ക് ശ്രദ്ധ ഊന്നൽ കൊടുക്കേണ്ട ഒരു സംഭവമാണ്. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മൂന്നാമത്തെ കപ്പ് യേശു ശിഷ്യന്മാർ കൊടുത്ത് അപ്പം എടുത്ത് വാഴ്ത്തി നോക്കി കൊടുത്തു. നാലാമത്തെ കപ്പിനെ പറ്റി ബൈബിളിലെ 4 സുവിശേഷങ്ങളിലും പറയുന്നില്ല. നാലാമത്തെ കപ്പ് കുടിച്ചതായിട്ടോ വാഴ്ത്തിയതായിട്ടോ ഒന്നും പറയുന്നില്ല. ഈ ഒരു വാക്കിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വാക്യത്തിന്. ഇതിനുശേഷം നമുക്ക് കാണുന്നത് അതിനകത്ത് തന്നെ 3 സുവിശേഷങ്ങളും പറയുന്നതാണ്. ഇത് കഴിഞ്ഞ ശേഷം അവർ സ്തോത്രം പാടിക്കൊണ്ട് ഒലിവ് മലയ്ക്ക് പോയി എന്നാണ് മറ്റ് 3 സുവിശേഷങ്ങളിലും പറയുന്നത്. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയിലേക്ക് പുറപ്പെട്ടു പോയി. സ്തോത്രം പാടുക, കപ്പ് ഓഫ് പ്രൈസ്. മൂന്നാമത്തെ കപ്പ് കഴിഞ്ഞിട്ട് നാലാമത്തെ കപ്പ് ഓഫ് പ്രൈസില് സ്തോത്രം പാടുന്ന സങ്കീർത്തനങ്ങൾ 115 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവർ ഒലിവ് മലയ്ക്ക് പ്രാർത്ഥിപ്പാൻ പോയി എന്നാണ് പറയുന്നത്. പക്ഷെ നാലാമത്തെ കപ്പ് കുടിച്ചതായിട്ട് പറയുന്നില്ല, വീഞ്ഞ് കുടിച്ചതായിട്ട് ഇതിനകത്ത് പറയുന്നില്ല. സങ്കീർത്തനം 115 തൊട്ട് 118 വരെ നോക്കിയാൽ മതി. ക്രിസ്തുവിനെ പറ്റിയുള്ള പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. തന്റെ മുൻകുറിയെ പറ്റി യഹൂദന്മാർ ധ്യാനിച്ചുകൊണ്ടിരുന്നത് തന്നെ ഈ സങ്കീർത്തനങ്ങളുണ്ട്. യഹൂദന്മാരുടെ ലിറ്ററേച്ചർ, അവരുടെ വിശ്വാസത്തിൽ അതിന് തക്കതായ ഇതുണ്ട്. സങ്കീർത്തനം പല പല അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് പല പല സങ്കീർത്തനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സങ്കീർത്തനം 121 35 ആരോപണ ഗീതങ്ങളാണ്.
ഇത് ഇവര് പെസഹയിൽ സ്തോത്രഗീതം പാടുന്നതാണ്. അനന്തരം അവർ ഒലിവുമലയിലേക്ക് പോകുന്നു എന്ന് പറയും. യേശു അവിടെ നിന്ന് ഗെത്സമനെ തോട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിപ്പാൻ പോകുന്നു. പ്രാർത്ഥിപ്പാൻ പോകുമ്പോഴാണ് നമ്മൾ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഗെത്സമനെ തോട്ടത്തിൽ ക്രിസ്തു പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 26-ാം അധ്യായം 38-39 വാക്യങ്ങൾ. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ. 3 പാനപാത്രം കുടിച്ചു. 4-ാമത്തെ പാത്രം സ്തോത്രവും പാടിപ്പോയി. പക്ഷെ 4-ാമത്തെ പാനപാത്രം കുടിച്ചില്ല. പക്ഷെ എന്നാൽ 4-ാമത്തെ പാനപാത്രത്തെ പറ്റി പറയുന്നുണ്ട്, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ഇതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് 4-ാമത്തെ പാനപാത്രം എന്ന് പറയുന്നത് ക്രിസ്തു ഒരു കുരിശുമരണമാണ്. യഹൂദന്മാരുടെ പെസഹയിലെ 4-ാമത്തെ കപ്പ് ഓഫ് പ്രൈസ് കുടിക്കുന്ന കാസ അല്ലെങ്കിൽ ഈ ക്രിസ്തു കുടിച്ചത് തന്നെ കുരിശുമരണത്തിലാണ്. അതിനുശേഷം നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലെ സംഭവങ്ങൾ നമ്മൾ അറിയാം. യേശുവിനെ പിടിച്ചിട്ട് യൂദാ ശോഭിച്ചു, ശിഷ്യന്മാരെ ചെതറിപ്പോയി, യഹൂദന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി ഹന്നാഫിൻ്റെയും കയ്യാഫാവിൻ്റെയും പീലാത്തോസിൻ്റെയും അടുക്കൽ കൊണ്ടുപോയി യേശുവിനെ കുറ്റം ചുമത്തുകയും അവനെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യും. വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 23-ാം വാക്യം, 22-23 വാക്യം. തലയോടുള്ള എന്നർത്ഥമുള്ള ഗോൽഗൊഥാ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു, അവനെ വാങ്ങിയില്ല. അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു, അവനെ വാങ്ങിയില്ല. കർത്താവിന് കൊല്ലത്തെ ചെന്നപ്പോൾ കുടിഞ്ഞു കൊടുത്തു, കുടിച്ചില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷം സമവീക്ഷണ സുവിശേഷങ്ങളിൽ പെടാത്ത കാര്യമാണ്. കാരണം ക്രിസ്തുവായിട്ട് അത്രയേറെ അടുത്ത് നിന്ന ഒരു ശിഷ്യനാണ് യോഹന്നാൻ ശ്രീ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മറ്റ് എവങ്കലിസ്റ്റന്മാരെക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു തിയോളജിയാണ് വിശുദ്ധ യോഹന്നാൻ ശ്രീ പിന്തുടരുന്നത്. അതിൽ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 19-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴി നിവൃത്തിയാവുമെന്നും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ സ്പോങ് പുളിച്ച മാവ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോടെ. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പുളിച്ച വീഞ്ഞാണ് യേശുവിനെ കൊടുത്തത്. അത് കുടിച്ച ശേഷം സകലവും നിവൃത്തിയായി. ഇറ്റ്സ് ഫിനിഷ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഇറ്റ്സ് ഫിനിഷ്ഡ്. പെസഹ മീലാണ് ഫിനിഷ് ആയത്. പാസ്ഓവർ മീൽ പെസഹയുടെ 4-ാമത്തെ കപ്പ് ഓഫ് വൈനും കുടിച്ചു. അത് ക്രിസ്തുവിന്റെ ക്രൂശുമരണം. കാലുകളിൽ അവൻ ചിന്തപ്പെട്ട രക്തമാണ് 4-ാമത്തെ കപ്പ് ഓഫ് വൈൻ, കപ്പ് ഓഫ് പ്രൈസ്. അങ്ങനെയാണ് യഹൂദന്മാരുടെ പെസഹയുടെ അതേ രീതി ഫോളോ ചെയ്താണ് ക്രിസ്തു സാധിച്ചത്. ഇത് രണ്ടും ഒരു സംഭവത്തിൽ തന്നെ 2 വശങ്ങളാണ്. ആടിനെ അറക്കുന്നതും ഭക്ഷിക്കുന്നതും ഒരു സംഭവത്തിന്റെ 2 വശങ്ങൾ പോലെ. കർത്താവിന്റെ ക്രൂശുമരണം പിറ്റേ ദിവസം നടന്നു, തലേദിവസം പെസഹ നടന്നു. 2 ഇവന്റ് അല്ല. നമ്മുടെ സഭയിൽ ആചരിക്കുന്നത് കർത്താവിന്റെ പെസഹയെ കമമറേറ്റ് ചെയ്ത ഒരു ദിവസം, ക്രൂശുമരണം പിറ്റേന്ന്. പക്ഷെ രണ്ടും സിംഗിൾ ഇവന്റാണ്. ഒരു ഇവന്റിന്റെ 2 ഫേസസ് ആണ്. 2-ാമത്തെ ഫേസിൽ കർത്താവ് കാൽവരിയിൽ ക്രൂശിൽ കിടന്ന് സർവ്വലോകത്തിന്റെ പാപത്തിന് വേണ്ടി യാഗമായിരുന്നു. നമുക്ക് ആ ബലി റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാൽവരിയിൽ അവിടുന്ന് യാഗമായതുപോലെ നമുക്ക് ക്രൂശിൽ മരിക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നിട്ടാണ് കാൽവരിയിൽ യാഗമാകുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് ലാസ്റ്റ് സപ്പർ പെസഹയാണ്. അത് കണ്ടിന്യൂ ചെയ്തത് ക്രൂശുമരണത്തിലാണ്. ഇത് ഒരൊറ്റ പെസഹ എന്നൊരു ഇതിന്റെ ഭാഗമാണ്. മനുഷ്യന് ചെയ്യാൻ പറ്റുകയില്ലാത്തൊരു കാര്യം, മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ചെയ്ത കാര്യം, അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വരും തലമുറയ്ക്ക് നിങ്ങൾ ഇപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് കർത്താവ് ചെയ്തത്. ബലി, കർത്താവിന്റെ ബലി നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ ക്രൂശുമരണത്തിന് പകരം കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. 2 നടന്നത് നീസാൻ മാസം 14-ാം തീയതിയാണ്. പെസഹയുടെ അന്ന്
സന്ധ്യ എന്ന് പറയുന്നത് നീസാൻ 14, പിറ്റേ ദിവസം സന്ധ്യ വരെ നീസാൻ 14. അന്ന് ഉച്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് ക്രിസ്തു കാൽവരിയിൽ യാഗം വന്നത്. ഇതെല്ലാം നടന്നത് നീസാൻ മാസം 14-ാം തീയതി. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു ചിന്ത തന്നെയാണ്, പെസഹ കുഞ്ഞാട് കർത്താവ് തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് പെസഹ കുഞ്ഞാട് ബാക്കിയുള്ള സംഭവങ്ങൾ വന്നു അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോയി ഇതിനെ നമ്മൾ പഠിച്ചത്. അങ്ങനെ നമ്മുടെ പാപത്തിന്റെ വിശ്രമിൽ നിന്നും നമ്മളെ സ്വർഗീയ കനാനിലേക്ക് അയക്കുവാൻ നമ്മുടെ കർത്താവ് സ്വയം ബലിയായി തീർന്ന് അത് വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ച് തന്റെ ശിഷ്യന്മാരെ അതിനെ ചുമതലപ്പെടുത്തി, നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ, ഞാൻ എൻ്റെ രണ്ടാമത്തെ വരവ് പോലെ ഇപ്രകാരം ചെയ്യുവിൻ എന്ന് പറഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമുക്ക് സ്വയം പെസഹ കുഞ്ഞാടെ അറക്കപ്പെട്ടു. പഴയ നിയമത്തിലെ പല സംഭവങ്ങളും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് അറക്കുവാനുള്ള ആളിനെ പോലെ ഞാൻ കൊണ്ടുപോയി രോമകത്തിരിക്കുന്നവരെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട് പോലെ ഞാൻ മിണ്ടാതിരുന്നു. അതുപോലെ പെസഹയുടെ ചടങ്ങാണ്, ആടിനെ ഒരു മുക്കാൽ കൊടുത്ത സാധനം കെട്ടിയിട്ടിട്ട് രോമം തൊലി ഉരിയുന്നത്. ഇതൊക്കെ ബൈബിളില് പുതിയ പറഞ്ഞല്ലോ. അവന്റെ വസ്ത്രം ഉരിഞ്ഞതായിട്ടും പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ വസ്ത്രം ഉരിഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പല പല പഴയ നിയമത്തിലെ പല കാര്യങ്ങളും പുതിയ നിയമത്തില് നിവൃത്തിയായിട്ടുണ്ട്. യേശു പറഞ്ഞ തന്നെ എല്ലാ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞാണ് കുളിച്ചതിന് ശേഷം തലചായ്ച്ച് ക്രിസ്തു മരിക്കുന്നത്. ക്രിസ്തു ആചരിച്ച പെസഹ തന്നെയാണ് യഹൂദന്മാരുടെ പെസഹ. എന്താണ് അത്? ആ പശ്ചാത്തലത്തിൽ പുതിയ നിയമ പെസഹ സ്ഥാപിച്ചുകൊണ്ടാണ് ക്രിസ്തു നമുക്കായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇന്നീ പെസഹ പെരുന്നാൾ അവിടുന്ന് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയെ അനുസ്മരിച്ചുകൊണ്ടും കർത്താവിന്റെ തിരുശരീരങ്ങൾ അനുഭവിച്ചുകൊണ്ടും ഇന്നീ പെസഹ പെരുന്നാളിൽ നമ്മുടെ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയെ അതിവിശുദ്ധമായി പങ്കാളികളാവുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും നമ്മുടെ കർത്താവിന്റെ തിരുശരീരങ്ങൾ പങ്കാളികളാവുകയും ചെയ്യുവാൻ എല്ലാവർക്കും ദൈവത്തിന്റെ പരിശുദ്ധ രൂപ സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പെസഹ പെരുന്നാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ട്